വലിയ പ്രയാസവും സങ്കടവും ബുദ്ധിമുട്ടും ടെൻഷനുമൊക്കെ വരുമ്പോൾ എങ്ങനെ അതിനകത്തു നിന്ന് രക്ഷപ്പെടാം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള ദൈവകൃപ കർത്താവ് തന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും അതിലൊരെണ്ണം ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മദ്രാസ് കൽക്കട്ട റോഡ് നാഷണൽ ഹൈവേ നമ്പർ 5 എന്നതിന് പറയുന്നത്. ആ റോഡിലെ ഒറീസ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നല്ല മനോഹരമായ ഒരു പ്രഭാതം, ഒരു മഴ പെയ്ത് മാറി ചെറിയ ഇളം കാറ്റ് അടിക്കുന്നുണ്ട്. അതൊരു സുഖമാണ്. ആകാശം മൂടിക്കിടക്കുകയാണ്. സൈക്കിൾ ചവിട്ടാൻ നല്ല സുഖമുണ്ട്. ഞാൻ അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ വളരെ ദൂരത്തിൽ ഒരാൾക്കൂട്ടം കണ്ടു. നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ്. ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു ചെറിയ പരസ്യവും നടത്തണമെന്ന് വിചാരിച്ച് വളരെ താല്പര്യത്തോടെ സൈക്കിൾ ആഞ്ഞു ചവിട്ടി. അവിടെ ചെന്നപ്പോൾ ഞാൻ വളരെ നിരാശനായി. ഒരു ലോറിയും കാറും കൂടെ കൂട്ടിയിടിച്ച് ആ കാറ് അങ്ങ് അപ്പം പോലെ പരന്നുപോയി. അതിനകത്തു നിന്ന് രക്തത്തിൽ കുളിച്ച ശവശരീരങ്ങൾ വെട്ടിപ്പൊളിച്ച് ആളുകൾ പുറത്തെടുക്കും. ഇത് കണ്ടു നിന്ന് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. ഞാനവിടെ അധികം നേരം നിന്നില്ല, വേഗം മുമ്പോട്ട് യാത്ര ചെയ്തു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, എൻ്റെ ഈ യാത്രയെക്കുറിച്ച് പ്രവാചകന്മാരോടൊക്കെ ഞാൻ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്നോട് അവരൊക്കെ പറഞ്ഞത്, ബ്രദറെ, ഈ യാത്രയിൽ മരണമാണ് കാണുന്നത്, അപകടമാണ് കാണുന്നതെന്നൊക്കെ. പെട്ടെന്ന് അതല്ല എൻ്റെ മനസ്സിലോട്ട് കയറി വന്നു. എനിക്ക് വളരെ ഭാരം തോന്നി. ഞാൻ കുറേ കൂടെ ദൂരം മുമ്പോട്ട് ചെയ്യുന്നു. കുറേ ദൂരങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ റോഡിൻ്റെ ഒരു സൈഡിൽ സൈക്കിൾ സ്റ്റാൻഡേ വെച്ച് എൻ്റെ കാലൊക്കെ തളരുന്ന പോലെ എനിക്കൊന്ന് തോന്നുക. എന്നിട്ട് ആ റോഡിൻ്റെ സൈഡിൽ ഒരു 1.5 മീറ്റർ പൊക്കമുള്ള ഒരു തിട്ടയുണ്ട്. ആ തിട്ടയ്ക്ക് കയറി ഞാൻ അവിടെ ഇരുന്നു. കുറേ നേരം ഇരുന്നപ്പോൾ ഈ മനസ്സിൻ്റെ പ്രയാസം വർദ്ധിച്ചു വന്നപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് എൻ്റെ പാസ്റ്റർ പറഞ്ഞ ഒരു പ്രസംഗത്തിലെ ഭാഗം ഞാൻ ഓർത്തു. നമ്മൾ ഈ പ്രസംഗമൊക്കെ കേൾക്കുകയും ദൈവദാസന്മാരുടെ ദൂത് കേൾക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഗുണം അതാണ്. ചില പ്രത്യേക പ്രതിസന്ധികളിൽ നമ്മുടെ ഓർമ്മയിലേക്ക് നേരത്തെ കേട്ട ചില ദൂതുകൾ ഓടി വരും. അദ്ദേഹം പറഞ്ഞത്, സഹോദരന്മാരെ, ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത സമയത്ത് വരുന്ന വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും ടെൻഷനും ഭാരവും ഒക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ. അത് വളരെ നിസ്സാരമാണെങ്കിലും വിശ്വാസത്തോടുകൂടി അത് ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം വരും എന്ന് പറഞ്ഞത് ഞാൻ ഓർത്തു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ആരുമില്ല എന്ന് കാണുന്ന ഒരു വെളിമ്പ്രദേശത്തോ മുറിക്കുള്ളിലോ മുട്ടുകുത്തി നിന്ന് ഏറെ നേരം സ്തോത്രം പറയുക, കർത്താവിന് സ്തോത്രവും സ്തുതികളും അർപ്പിക്കുക. അങ്ങനെ കുറേ നേരം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഒരു വിടുതൽ കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർത്തു. ഞാൻ മുട്ട നിൽക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ആ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് കണ്ണടച്ച് സ്തോത്രം പറയാൻ തുടങ്ങി. ഒരുപാട് നേരം സ്തോത്രം പറഞ്ഞു കഴിയുമ്പോൾ എനിക്കെന്തോ ഒരു വിടുതൽ കിട്ടിയ പോലെ തോന്നി. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ആ റോഡിൻ്റെ നടുഭാഗത്തേക്ക് നോക്കാൻ. ഞാൻ ആ റോഡിൻ്റെ നടുഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു പുഴു ഇഴഞ്ഞ് അങ്ങേ സൈഡിൽ നിന്ന് ഇഴഞ്ഞ് മധ്യഭാഗത്തെത്തി. അത് വീണ്ടും ഇഴഞ്ഞ് ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്ന് ആ സൈഡിൽ വന്നിട്ട് അതിന് പോകേണ്ട സ്ഥലത്തേക്ക് അത് പോയി. ഇടതടവില്ലാതെ വാഹനങ്ങൾ ഒഴുകുന്ന ആ ഹൈവേയിൽ ഒരല്പനേരത്തെ ശാന്തത. പുഴു വളരെ സുരക്ഷിതമായി മറു സൈഡിലെത്തി. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. സ്തോത്രം കേട്ടോ. എനിക്ക് ധൈര്യം വന്നു, ശക്തി പ്രാപിച്ചു. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസം വരുമ്പോൾ നയമാനോട് പറഞ്ഞ പോലെ വലിയൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ വളരെ ലളിതവും നിസാരവുമായ ഈ കാര്യം ചെയ്ത് നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ നേടണം എന്ന് വെച്ചാണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് വളരെ ആശ്വാസം കിട്ടി. ഞാൻ സൈക്കിളെടുത്ത് മുമ്പോട്ട് യാത്ര ചെയ്തു. പിന്നെയും പരസ്യയോഗങ്ങൾ നടത്തി. ഈ നാഷണൽ ഹൈവേ നമ്പർ 5 എന്ന് പറയുന്ന റോഡിൽ ഒരു 10 കിലോമീറ്ററിനിടയ്ക്ക് 1-2 അപകടങ്ങൾ ഞാൻ എൻ്റെ യാത്രയിൽ കാണാറുണ്ട്. എന്നാൽ അന്ന് ഞാൻ കണ്ട ആ അപകടം അതിഭീകരമായിരുന്നു. എത്ര ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്നും ദൈവത്തിന് വിടിവിപ്പാൻ നമ്മളെ കഴിയും. സ്തോത്രവും സ്തുതിയും പറഞ്ഞവനെ മഹത്വപ്പെടുത്തുമ്പോൾ
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.